ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒന്നുകിൽ മാഗസിൻ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പഴയ ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമ്മുടെ പഴയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എഴുതിയിട്ട് കളയുന്നതോ അങ്ങനെയായിട്ടുള്ള ബുക്കുകളൊക്കെ ഇല്ല. അപ്പോൾ എങ്ങനത്തെ ആയാലും ഏതെങ്കിലും ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഈ ഒരു മാഗസിൻ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് അതിനെ അങ്ങ് ടിയർ ചെയ്തെടുക്കുകയാണ്, അതായത് കീറി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3 ടൈപ്പിൽ നമ്മുടെ ബോളിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. ഫസ്റ്റ് മെത്തേഡിന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിതാ ഇതിനെ ഫുള്ള് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ട് കുറച്ചധികം നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മിക്സി ഇഡ്ഡലിയൊക്കെ അരക്കില്ലേ, നമ്മൾ ആ ഒരു ജാറ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ജാറാകുമ്പോൾ ചിലപ്പോൾ അത് അരയാനുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നന്നായി വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായി ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടാനാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് അരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് ഇരിക്കുക, നല്ല ഫൈനായിട്ട് ഇരിക്കും നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം, ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്തതാണ് കേട്ടോ. ഇത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഒരു തുണി വയ്ക്കാം. തുണി വെച്ചിട്ട് ഇതങ്ങ് അതിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എക്സസ് വാട്ടർ പോവും. ഒരുപാട് വെള്ളം കളയേണ്ട, കുറച്ച് വെള്ളം നമുക്ക് ഈ ഒരു ക്ലേ പോലെ ഉണ്ടാക്കുന്നതിൽ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുക്കാം കണ്ടോ. അപ്പോൾ ആ ഒരു പേപ്പർ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്യാം. നന്നായിട്ടൊന്ന് ബൈൻഡ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് മൈദ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ആക്ച്വലി പേപ്പർ ക്ലേ ചെയ്യുന്ന അതേ മെത്തേഡാണ്. ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് നന്നായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം അധികമാണ്, ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യാണ്. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് ബോൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മളിതാ കയ്യിലെടുത്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ റോൾ ചെയ്ത് ബോളാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഈ ഒരു ബേസ് നല്ല ഫൈനായിരിക്കും. നമ്മളിതാ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് സ്ക്യൂസ് ചെയ്തെടുത്ത വെള്ളമാണ്. അപ്പോൾ അത് തന്നെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് അതുപോലെ തന്നെ ഈ എല്ലാ ബോൾസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ക്ലേ വെച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉണക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പുറത്ത് വെച്ചതാ ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പല ഷേപ്പിൽ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടില്ല, നന്നായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഗ്ലൂ ഒക്കെ ഇട്ടതല്ലേ, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെയാണ് ബോളിൻ്റെ ബേസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിടുകയാണ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോക്കായി കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോൾ ഓരോ ഷീറ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ റാപ്പ് ചെയ്യുക, ജസ്റ്റ് റോൾ ചെയ്യുക. ആ ഒരു മെത്തേഡ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു സൈസ് ബോൾ വരുന്നത് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇനി ഇത് ഒരുവിധം നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രോസസ്സും കൂടെ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ സോക്ക് ചെയ്ത വെള്ളത്തിലോട്ട് തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ആക്കി കൊടുക്കുക. അതായത് ആ ഗ്ലൂ അതിൽ വേണം കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഗ്ലൂ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 2-3 ഷീറ്റ് ആ ഗ്ലൂ വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ചധികം വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി തേർഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പേപ്പർ എടുത്ത് വെറുതെ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുക. നമുക്ക് എത്രത്തോളം സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഷീറ്റ് എക്സസ് ആക്കി അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ചുമ്മാ ചുട്ടി ബോളാക്കില്ലേ, ആ ഒരു മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ബോളാക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ സൈസിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നമുക്ക് മാസ്കിംഗ് ടേപ്പ് എടുക്കുക. ഇതൊരു പേപ്പർ ടേപ്പാണ്. അതെടുത്തിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ മാസ്കിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട്
നമുക്ക് അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ അതാ ഇങ്ങനെയും നമുക്ക് ബോൾ ഉണ്ടാക്കി എടുക്കാം. കണ്ടോ? ഇപ്പം നമ്മൾ 3 മെത്തേഡിൽ ബോൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ നമ്മൾ അത് അരച്ച് പേപ്പർ ക്ലേ പോലെ ഉണ്ടാക്കിയെടുത്ത ബോളാണ് നല്ല ഫൈനായിട്ടുള്ള ടെക്സ്ചറായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നല്ലതും ആ ഒരു ബോളാണ് കേട്ടോ. നമ്മുടെ പേപ്പർ ക്ലേ വെച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസിയെങ്കിൽ അത് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ബോൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഗ്ലിറ്റർ ഇടുക. അപ്പോൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ എപ്പോഴും റെഡും സിൽവർ ഗോൾഡ് ആ ഒരു ഇതൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇത് താഴെ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഗ്ലിറ്റർ ഇടുക കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആ താഴെ വീഴുന്ന ഗ്ലിറ്റർ വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളിത് ഫുൾ ഗ്ലിറ്റർ ഇടുകയാണ്. ഇത് കുറച്ച് അത്ര ഫൈനല്ലാത്ത ഒരു ഗ്ലിറ്ററാണ് കേട്ടോ. കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഗ്ലിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഷൈനിങ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കണ്ടോ? ഇനി ഇതിൽ ഞാൻ വേറെയും കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലിറ്ററിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്ലിറ്റർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കോട്ടും കൂടി ഇതിൻ്റെ മുകളിൽ ഗ്ലൂ കൊടുത്തിട്ട് വീണ്ടും ഒരു കോട്ട് ഗ്ലിറ്ററും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്ലൂ അതിൽ പിടിക്കട്ടെ ഗ്ലിറ്ററിൽ. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡ് ഇതാ വേറൊരു ടൈപ്പ് ഓഫ് ഗ്ലിറ്ററാണ്. ഇത് നല്ല ഫൈനായിട്ടുള്ള ഗ്ലിറ്ററാണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോ? രണ്ടിൻ്റെ ഫിനിഷിങ് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാനാണ്. കണ്ടോ? ഒരെണ്ണത്തിന് ഒരു നല്ല ഷൈനിങ്ങും ഒന്നിന് കുറവുമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചെയ്തെടുത്ത് അങ്ങനെയും നമുക്ക് ബോൾ ഡെക്കറേറ്റ് ചെയ്യാം. അതുകൂടാതെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് നമ്മൾ ജസ്റ്റ് ഈ ബോളിലോട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്, നമ്മുടെ നോർമൽ പെയിൻറ്റ്. അപ്പോൾ അത് അടിച്ചു കൊടുക്കാം. നമുക്ക് വാട്ടർ കളറൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. പോസ്റ്റർ കളർ, വാട്ടർ കളറൊക്കെ അടിക്കാം. എന്ന് വെച്ചാൽ പേപ്പർ അല്ലേ, അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ അടിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ കളറും കൂടെ കൊടുക്കാം. സെയിം നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കുറച്ച് ഗോൾഡും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗോൾഡും റെഡും ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് സിൽവറൊക്കെ കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഉണങ്ങിയെടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിറ്റർ കൊടുത്തതിന് ഒന്ന് ഗ്ലിറ്റർ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു മെത്തേഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ വീണ്ടും ഒരു ബോൾ എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ സ്റ്റോൺ ലേസസ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള സംഭവങ്ങളും ഒട്ടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് ബട്ടൺസ് ഒട്ടിക്കാം, ചെറിയ ചെറിയ ബീഡ്സ് ഒട്ടിക്കാം, അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും ഒട്ടിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഹാങ്ങിങ്ങിനുള്ളത് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും നമ്മൾ ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫോൾഡിങ് 2 ഫോൾഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗ്ലൂ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മൾ ഫോൾഡ് ചെയ്യുക. നമ്മൾ ആ ഹാങ്ങിങ്ങിൻ്റെ മുകളിൽ കണ്ടിട്ടില്ലേ ഒരു ഇങ്ങനെ നിൽക്കുന്ന സംഭവം, അത് ഉണ്ടാക്കിയെടുക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത്ത് നമ്മൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് അതിൻ്റെ നീളത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇനി രണ്ടാമത് മടക്കുന്നത് ഇങ്ങനെ ഹാഫ് ഇതുപോലെ മടക്കി അപ്പുറത്ത് ഇങ്ങനെയാണ് മടക്കുന്നത്. ഒരു 2 ഫോൾഡ് ഇങ്ങനെ സെൻറ്ററിലോട്ട് ഇങ്ങനെയാണ് മടക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഇത് ഈ ഒരു വിഡ്ത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് ഹാങ് ചെയ്യാനുള്ളൊരു ത്രെഡാണ്. അപ്പം നമ്മളിവിടെ ഫിഷിംഗ് വയറാണ് എടുത്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് കളറിൽ വരില്ല, അതാണ് കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്ത് കുറച്ചധികം ഗ്ലൂ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ത്രെഡ് ഒരു എൻഡ് ഇങ്ങനെ അടുത്ത എൻഡ് ഇതുപോലെ വളച്ച് ഈ ഒരു അറ്റത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഈ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വരും, കണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു പേപ്പർ ഇതുപോലെ നല്ല ടൈറ്റ് ആക്കി പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാം. നല്ല ടൈറ്റിലായിട്ട് ഇരിക്കണം കേട്ടോ റോൾ ചെയ്യുന്നത്. ഈ ഒരു ടൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ത്രെഡ് അതിൽ നിന്ന് ഊരിപ്പോരും. അപ്പം നമ്മൾ ഇത് നല്ല ടൈറ്റിൽ തന്നെ പിടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത് ഊരിപ്പോരാതെ ആ ത്രെഡ് അവിടെ ഹാങ് ആയിട്ട് കിടക്കുകയുള്ളൂ. അപ്പം നമുക്കിങ്ങനെ റോൾ ചെയ്ത് നമ്മളുടെ ഏകദേശം നമുക്ക് ആവശ്യമുള്ള ഒരു തിക്നെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള ആ പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ചെറുതിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ എൻഡിൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്ത് നന്നായി ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ അത് അല്ലെങ്കിൽ ലൂസായി പോരാനുള്ള ചാൻസസ് ഉണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് പോരും. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസ് കൊണ്ട് ഒരു ചെറിയ അതുപോലത്തെ ഒരു ഹാങ്ങിങ് ഹുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചു. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം
കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, ക്ലിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് നമുക്ക് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് സിൽവറോ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിന് കൊടുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ കുറച്ച് ഗ്ലൂ വയ്ക്കുകയാണ്. ഗ്ലൂ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ച ഹുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു, പിന്നെ ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തത്. ഇതല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് താഴെ വീഴാതെ പോലെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ എല്ലാത്തിനും നമുക്കിതൊന്ന് ഹാങ്ങിങ് കൂടെ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ബോൾസിലും നമ്മൾ ഹാങ്ങിങ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഇട്ടിട്ടാണ് ഫിക്സ് ചെയ്തത് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ക്രിസ്മസ് ട്രീ ഇല്ല കാണിക്കാനായിട്ട്, ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ നോർമൽ ഫ്ലവറുമേ ഇതൊന്ന് ഹാങ് ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടോയെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പോട്ടിൽ വെക്കുന്ന ജസ്റ്റ് ഒരു ഫ്ലവറാണ്, അതുമല്ലാണ് ഹാങ് ചെയ്തിടുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീമേ ഹാങ് ചെയ്തിടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ആയിട്ട് ഹാങ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കൂടി ന്യൂ ഇയർ ഡെക്കറേഷൻ പോലെ നമുക്ക് നമ്മുടെ ബൗളിൽ ഇതിങ്ങനെ ജസ്റ്റ് എല്ലാതും വെച്ച് നമ്മുടെ ടേബിൾ മേലൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടാത്തവർക്കും വാങ്ങിക്കാൻ പോകാൻ പറ്റാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുന്നവരെയും ബൈ ബൈ. താങ്ക് യു ഓൾ.